എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള യാത്രക്കിടയിൽ ബ്രദേഴ്സ് ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് മണ്ണാറശാലയിലേക്കാണ്. മണ്ണാറശാല നാഗരാജാവിൻ്റെ അമ്പലത്തിലേക്ക്. കുറേ നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ അമ്പലത്തിൽ പോയൊന്ന് തൊഴണമെന്ന്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴെപ്പോഴോ പോയതാണ്. അതിനുശേഷം പോകാനുള്ളൊരു അവസരം കിട്ടിയില്ല. ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു മക്കളെ കൊണ്ടുവന്ന് തൊഴിക്കണമെന്ന്. ഇത്തവണ എന്തായാലും അത് സാധിച്ചു. ഹരിപ്പാട് ഭാഗത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് മണ്ണാറശാല. നാഗരാജാവും നാഗയക്ഷിയമ്മയൊക്കെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പ്രതിമകളുള്ള അമ്പലമാണ് മണ്ണാറശാല അമ്പലം. പിന്നെ സന്താന സൗഭാഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഉരുളി കമഴ്ത്തലൊക്കെ അവിടെ വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ, അങ്ങനെ കുറേ ഉണ്ട്. എനിക്കതേപ്പറ്റി ഒരുപാട് പറഞ്ഞു തരാൻ വലിയ അറിവില്ല. അതുപോലെ തന്നെ ഫേമസ് ആണ് മണ്ണാറശാലയിലെ അമ്മയെ കണ്ട് തൊഴാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ നല്ല സുഖമായിട്ട് തൊഴുതു. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അമ്പലം തുറന്ന സമയത്തായിരുന്നു, വൈകുന്നേരം അമ്പലം തുറന്ന സമയത്താണ് ഞങ്ങൾ പോയത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലുള്ള ചുറ്റിനുമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് നടന്ന് ചുറ്റി തൊഴുത് അമ്പലക്കുളമൊക്കെ കണ്ട് നിറച്ച ആമയും മീനും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് വരാണ്. ഒരുപാട് മരങ്ങളും കാവുകളും ഒക്കെ ഉണ്ട് ഈ അമ്പലത്തിന് ചുറ്റിനും. അതുകൊണ്ട് തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് തോന്നി. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പിന്നെയും അവിടുന്ന് കൊല്ലത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ഇപ്പോൾ സന്ധ്യാസമയം കഴിഞ്ഞിരുന്നു. ഇനി ബാക്കി നമുക്ക് കൊല്ലത്തെത്തിയിട്ട് കാണാം.